ഒരു എഴുത്തുകാരൻ്റെയൊക്കെ ഒരു ശുപാർശ കത്തില്ലാതെ ഒരാൾക്ക് സിനിമയിലേക്ക് പ്രവേശനം പോലും കിട്ടില്ല. ഒരു പന്ഥാവിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഒരു പ്രേക്ഷകനെ നിർബന്ധിതനാക്കുന്ന ഒരു സിനിമ ഉണ്ടാകുമ്പോഴാണ് ഒരു റവല്യൂഷൻ ഉണ്ടാകുന്നത്. ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ഞങ്ങൾ സിനിമ ചെയ്തിരുന്ന കാലത്ത് ഫിലിമിലാണ് ഷൂട്ടിങ്. ഓ, വലിയൊരു മാന്യൻ ലൈൻ പ്രൊഡ്യൂസർ എന്നും. ഞാൻ പ്രേമത്തിൻ്റെ വായിച്ചിട്ട് ഞാൻ അൽഫോൺസിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണോ ഈ സിനിമ? ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ മുറിക്കകത്തിരുന്നിട്ട് ഒരു സിനിമ റീ റെക്കോർഡ് ചെയ്യാം. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക്. അതങ്ങനെ മാറ്റുന്നത് സിനിമയാണ്. ആസ്വാദനം ആദ്യം മാറിയിട്ട് സിനിമ മാറുകയല്ല. ഇനി ഏത് പടം? അതിനുശേഷം ഷാജി കൈലാസിനെ പോലെയുള്ള ആളുകൾ വന്നപ്പോൾ അതുവരെയുള്ള ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കമേഴ്ഷ്യൽ ട്രെൻഡ് ഉണ്ടാക്കി. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത് ഒരു പരുവത്തിലായപ്പോൾ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ. സംബന്ധിച്ചിടത്തോളം ആ ദിവസം തീർന്നു എന്ന് പറഞ്ഞാൽ മതി. റിഹേഴ്സൽ ചെയ്ത് ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഫിലിം വേസ്റ്റ് ആയാൽ പിന്നെ ആ ആർട്ടിസ്റ്റിനെ ആ സെറ്റിലുള്ള ആളുകൾ കാണുന്നത് ഇയാൾ ഫിലിം തിന്നാൻ വന്നിരിക്കുകയാണല്ലോ എന്ന് പറയും. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവന് ഭരത് പത്മശ്രീ ഡോക്ടറേറ്റ് സിനിമ എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ ആഗ്രഹിച്ചാൽ പോലും അയാൾക്ക് രണ്ടാമതൊരു ഷോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്, വലിയ സാമ്പത്തിക